أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا خير عند ربك ثوابا وخير أملا. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയെ കുറിച്ച് ചിന്തിച്ചാൽ ഓരോന്നും വ്യത്യസ്തമാണ്. ചിലത് ദീർഘമായ യാത്ര ചെയ്തു പോയി ചെയ്യേണ്ട ജോലിയുള്ളവരുണ്ട്. ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ ഭാരമുള്ള ചുമടെടുക്കുന്ന ജോലി ചെയ്യുന്നവരുണ്ട്. വേറെ ചില ആളുകൾ ചെയ്യുന്ന ജോലിക്ക് ശാരീരികമായ ഭാരമില്ലെങ്കിലും മനസ്സിന് വലിയ പ്രയാസമുണ്ടാക്കുന്ന അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചെയ്യുന്ന ജോലി എളുപ്പമാണെങ്കിലും ആ ജോലിയിലേക്ക് എത്തിപ്പെടാൻ ദീർഘമായ കാലത്തെ ശ്രദ്ധയോടുകൂടിയുള്ള പഠനം ആവശ്യമായവരുണ്ട്. ചിലർ തന്റെ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി രാത്രി ഉറക്കമൊഴിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ചിലരെങ്കിലും സ്വന്തം കുടുംബത്തെയും സ്വന്തം സന്തോഷങ്ങളെയും മാറ്റിവെച്ച് പ്രവാസ ലോകത്ത് പോയി വിവിധ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നിയ്യത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തും പരലോകത്ത് അല്ലാഹു പ്രതിഫലവും നൽകുമാറാകട്ടെ. ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മടുപ്പില്ലാതെ നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം ചെയ്യുന്ന ആ ജോലി ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മേൽ പറയപ്പെട്ട ഒരു പ്രയാസവും ഇല്ലാതെ, വലിയ സമയം ചെലവഴിക്കേണ്ടതില്ലാതെ അല്പം ശ്രദ്ധ കൊടുത്താൽ പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അതിൽ ശ്രദ്ധയോ അതിനുവേണ്ടി മാറ്റിവെക്കാൻ സമയമോ നമുക്കുണ്ടാകാറില്ല എന്നതാണ് സത്യം. വളരെ എളുപ്പമായ കാര്യങ്ങൾ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 4 ദിക്റുകൾ എത്ര സമയമാണ് അത് ഉരുവിടാൻ വേണ്ടത്? ഇപ്പോൾ തന്നെ നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. 1 മിനിറ്റിലും എത്രയോ താഴെയുള്ള സമയമാണ് ആ ദിക്ർ 4 ചൊല്ലാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ അതിന് പറയപ്പെട്ട
പ്രതിഫലം എത്ര മഹത്തരമാണ്. നമ്മുടെ മറ്റേത് ജോലി തിരക്കുകൾക്കിടയിൽ പോലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പക്ഷെ സഹോദരങ്ങളെ, നമുക്കതിന് സമയം കിട്ടാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് ഏതാനും ചില ഹദീസുകളിലൂടെ മാത്രം കടന്നുപോയാൽ അതിന് പറയപ്പെട്ട പ്രതിഫലങ്ങളും ആ 4 വാക്കുകളുടെ നേട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. നമ്മൾ ധാരാളം വാക്കുകൾ സംസാരിക്കുന്നുണ്ട്, എന്തെല്ലാം വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നേരം വെളുത്ത് ഒരു ദിവസത്തിന്റെ ഒരു പകലിന്റെ പകുതി പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് നമ്മൾ എത്ര വാക്കുകൾ പറഞ്ഞു ഇന്ന്. പക്ഷെ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ അർബഉൻ, 4 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത. ഇതിൽ ഏത് വാക്കുകൊണ്ട് നീ തുടങ്ങിയാലും അതിന് കുഴപ്പമില്ല. നമ്മൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരാൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിയാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അങ്ങനെ ഏത് വാക്കുകൊണ്ട് നീ തുടങ്ങിയാലും അതൊന്നും അതിന് കുഴപ്പമില്ല. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഈ 4 ഈ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലി അൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നത് പറയാൻ എനിക്ക് കഴിയുക എന്നതാണ് അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. എന്തിന്റെയൊക്കെ മുകളിൽ സൂര്യൻ ഉദിക്കുന്നുവോ അതിനേക്കാളെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളുടെയും മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പൊ ഈ ദുനിയാവിലുള്ള എല്ലാം എനിക്ക് കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടമായിട്ടുള്ളത് ഈ 4 വാക്കുകൾ പറയലാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു ചെറിയ മരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ട്. ആ വടി കൊണ്ട് ആ മരത്തിൽ ഒരു അടി കൊടുത്തു. അതിലെ ഉണങ്ങിയ ഇലകളൊക്കെ താഴെ വീണു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല ഇന്നൽ ഹംദലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞാൽ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി, ആ അടിമയുടെ പാപങ്ങൾ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകും. കമാ തുസാഖിതു വറഖു ഹാദിഹി ശജറ, ഈ മരത്തിലെ ഉണങ്ങിയ ഇലകൾ ഇപ്പോൾ കൊഴിഞ്ഞു വീണതുപോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന ഉരുവിടുന്ന വിശ്വാസിയിൽ നിന്ന്, അടിമയിൽ നിന്ന് അവന്റെ പാപങ്ങൾ ഇതുപോലെ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇസ്രാ മിഅ്റാജ് യാത്ര, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് എന്റെ ഉമ്മത്തിന് സലാം പറയാൻ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം സ്വർഗത്തെ കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നു. ആ സ്വർഗത്തിന്റെ മണ്ണ് അത് പവിത്രമാണ്, അതിലെ വെള്ളം ഏറെ പവിത്രമായതാണ്, നല്ലതാണ്. പ്രവാചകരെ, ഈ സ്വർഗത്തിലെ കൃഷി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന് ശേഷം ഈ ദിക്റുകൾ ചൊല്ലും. അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സബ്ബഹല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, ഒരാൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 33 തവണ, വഹമിദല്ലാഹ് 33,
33 തവണ അൽഹംദുലില്ലാ പറഞ്ഞു. വകബ്ബറ അല്ലാഹു തലാസൻ വസലാസീൻ, നിസ്കാരത്തിന് ശേഷം 33 വട്ടം അല്ലാഹു അക്ബർ പറഞ്ഞു. എന്നിട്ട് ഫതിൽക തിസ്അതുൻ വതിസ്ഊൻ, അപ്പോൾ മൊത്തം 333 99. വഖാല തമാമൽ മിഅ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തികക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന കൂടി നിർവഹിച്ചാൽ ഗുഫിറത് ഖതായാ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വഇൻ കാനത് മിത്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം അവന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും ആ പാപങ്ങൾ അവന് പുറത്തു കിട്ടും. നമ്മൾ ഓടുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് നിൽക്കാൻ സമയമില്ലാതെ. നമ്മളുടെ ജുമുഅൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് ഒരു 4 ആളെങ്കിലും റോഡിൽ എത്തിയിട്ടുണ്ടാവും. നമുക്ക് സമയമില്ല, നമ്മൾ തിരക്കാണ്, ദുനിയാവിന്റെ പിറകോട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവ ഇങ്ങനെ ചൊല്ലിയാൽ കടലിലെ നുരയോളം പാപമുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു തരും. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു അസ്തഫാ മിനൽ കലാമി അർബഅ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു വാക്കുകളിൽ നിന്ന് ഈ 4 വാക്കുകൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഫമൻ ഖാല സുബ്ഹാനല്ലാഹ് കതബല്ലാഹു ലഹു 20 ഹസന ഔ ഹത്ത അൻഹു 20 സയ്യിഅ. ഒരാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അവൻ 20 നന്മ രേഖപ്പെടുത്തും, അവന്റെ 20 പാപങ്ങൾ മായ്ക്കും. വമൻ ഖാല അല്ലാഹു അക്ബർ, ഒരാൾ അല്ലാഹു അക്ബർ പറഞ്ഞാലും ഫമിസ്ലു ദാലിക, ഇപ്രകാരം 20 നന്മ രേഖപ്പെടുത്തും, 20 പാപങ്ങൾ അവന്റേത് മായ്ക്കും. വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ഫമിസ്ലു ദാലിക, 20 നന്മ രേഖപ്പെടുത്തും, അവന്റെ 20 പാപം പൊറുക്കും. വമൻ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മിൻ ഖിബലി നഫ്സി, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ പല സമയത്തും അൽഹംദുലില്ലാഹ് പറയാം. അവിടെയൊക്കെ പടച്ചോൻ തന്നൊരു അനുഗ്രഹത്തോട് ചേർത്താണ് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു സംഭവത്തോട് ചേർത്താണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖുർആൻ ഓതുമ്പോൾ പറയും. ഇതൊന്നുമില്ലാതെ പടച്ചോന്റെ കൂലിട്ടണെന്ന് വിചാരിച്ച ഒരാൾ സ്വതന്ത്രമായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ കുതിബത്ത് ലഹു 30 ഹസന വഹത്തത് അൻഹു 30 സയ്യിഅ, അവന് 30 നന്മ രേഖപ്പെടുത്തും, അവന്റെ 30 തിന്മകൾ, പാപങ്ങൾ ഒന്ന് മായ്ച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഒരു 6 ഹദീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബറിന്റെ നന്മകൾ വിശദീകരിക്കുന്ന പ്രത്യേക ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇതിന് നമുക്ക് സമയമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമലാ. സമ്പത്തും സന്താനങ്ങളൊക്കെ ദുനിയാവിലെ ചില അലങ്കാരങ്ങൾ മാത്രമാണ്. പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ബാക്കി വെക്കുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് ഏറ്റവും ഉത്തമമായത്, ഏറെ കൂലിയുള്ളത്. ഈ ബാഖിയാത്തു സ്വാലിഹാത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകളിൽ ഒരുപാട് ആളുകൾ വിശദീകരിച്ചത് ഈ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിസ്കാരം വരും, നോമ്പ് വരും, സൽക്കർമ്മങ്ങൾ വരും. അതിൽ പ്രത്യേകമായി വരുന്ന കാര്യമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. നമ്മുടെ സഹോദരങ്ങളെ, ഒരു നന്മക്ക് വേണ്ടി പോലും മനുഷ്യൻ കെഞ്ചുന്ന, യാചിക്കുന്ന, ഒരു നന്മയെങ്കിലും എനിക്ക് അധികമുണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കുന്ന, നന്മകളേറെ പരലോകത്ത് ആവശ്യമായ ആ പരലോകത്തേക്ക്, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഈ ദിക്റുകൾ ചൊല്ലാൻ എന്തു തടസ്സം? വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ പലപ്പോഴും പറയാം, ഞാൻ ഒറ്റക്ക, വീട്ടിൽ എല്ലാവരും പോയാൽ ഞാൻ ഒറ്റക്കാൻ. എത്ര കൂലി വാങ്ങാൻ പറ്റും? നമ്മളൊരു ക്യാഷ്യറായിട്ട് ഇരിക്കാൻ എത്ര കൂലി വാങ്ങാൻ പറ്റും? നമ്മൾ ഡ്രൈവറാണ്, നമ്മളടുത്ത് ചിലപ്പോൾ യാത്രക്കാർ സംസാരിക്കും. അല്ലാത്ത സമയത്തൊക്കെയും ഈ ദിക്ർ ചൊല്ലുന്ന ആൾക്ക് എത്ര കൂലി വാങ്ങാൻ പറ്റും? എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. എന്നിട്ട് ആ പുണ്യം വാങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സ്വഹീഹായ ഹദീസുകൾ പരിശോധിച്ചാൽ അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ ചൊല്ലുന്ന പോലെ 3:33 ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് ചൊല്ലി പൂർത്തിയാക്കുന്ന നമ്മൾ സാധാരണയുള്ള രൂപം, അതാണ് അതിൽ ഏറ്റവും അഫ്ദലും. മറ്റൊന്ന് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ പറഞ്ഞ് 100 പൂർത്തിയാക്കി. ഇതിന്റെ വേറൊരു രൂപം സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25, അങ്ങനെ 100 പൂർത്തിയാക്കി. ഇതൊക്കെ സ്വീകാര്യപ്രദമായ സ്വഹീഹായ മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഏറ്റവും അഫ്ദൽ നമ്മൾ ശീലിച്ചു പോന്ന 33 പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നത് തന്നെയാണ്. പക്ഷെ എന്തിനാണ് വ്യത്യസ്ത രൂപങ്ങൾ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരേ രൂപം സ്വീകരിച്ചു പോയാൽ പലപ്പോഴും അത് യാന്ത്രികമായി നമ്മൾ ചെയ്യും, അങ്ങനെ ചൊല്ലുന്നുണ്ടാകും. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതിന്റെ മറ്റു രൂപങ്ങൾ കൂടി സ്വീകരിച്ചാൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ നമുക്ക് നിസ്കാരത്തിലും അതിന് ശേഷമുള്ള ദിക്റിലും ഒക്കെ ഉണ്ടാകും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ ഒരു പ്രതിഫലവും നമുക്കുണ്ടാകും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, രോഗങ്ങളുടെ കാര്യത്തിലും മറ്റ് അപകടങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അധികൃതരായിട്ടുള്ള ആളുകൾ, ആരോഗ്യ വകുപ്പിൽ നിന്നുള്ളവർ, മറ്റുമൊക്കെ നമുക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വയം നാശമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ബോധ്യത്തോടുകൂടി അവയൊക്കെ നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ പാലിക്കാൻ ശ്രദ്ധിക്കാൻ പ്രത്യേകം ജാഗ്രത നമ്മൾ കാണിക്കണം. വെള്ളക്കെട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രത്യേക ശ്രദ്ധ നമ്മളിൽ നിന്നും ഉണ്ടാകണം. അല്ലാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പള്ളിയുടെ കളക്ഷൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഏകദേശം 70,000-ഓളം രൂപ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.